നടി ഡിംപിൾ റോസ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം കൊടുത്തതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നിറയെ കോംപ്ലിക്കേഷൻ നിറഞ്ഞൊരു പ്രസവമായിരുന്നു ഡിംപിളിൻ്റേത്. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ അതിലൊരു കുഞ്ഞിനെ ഡിംപിളിന് നഷ്ടപ്പെടുകയായിരുന്നു. ജനിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഇരട്ടകളിൽ ഒരാൾ മരിച്ചുപോയെന്നും അവനെ ഒരു നോക്കുപോലും തനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലെന്നും നടി പറഞ്ഞിരുന്നു. ഒപ്പം അന്ന് നടന്ന സംഭവങ്ങളുമെല്ലാം പുതിയ വീഡിയോയിലൂടെ തന്നെ ഡിംപിൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ കുഞ്ഞുങ്ങളിൽ ഒരാളെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോയതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഡിംപിൾ വ്യക്തമാക്കുന്നത്. 2 ആൺകുട്ടികളായിരുന്നു ഡിംപിളിന് ജനിച്ചത്. 2 പേരും 5.5 മാസത്തിലായിരുന്നു ജനിച്ചതും. അവർക്ക് വെയിറ്റൊന്നും ആവാനുള്ള സമയം ആയിട്ടില്ലായിരുന്നു. ആദ്യ കുഞ്ഞിന് 900-ഉം രണ്ടാമത്തെ ആൾക്ക് 840 ഗ്രാമും തൂക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാളും ഓക്കെ അല്ലേ എന്ന് ഡിംപിൾ ചോദിച്ചപ്പോൾ അതിലൊരാളുടെ ശവമടക്ക് കഴിഞ്ഞു എന്നായിരുന്നു ഡിംപിളിന്റെ അമ്മയുടെ ഡിംപിളിനോടുള്ള മറുപടി. അതു കഴിഞ്ഞാണ് മമ്മി വരുന്നതെന്ന് പറഞ്ഞിരുന്നു അത്രേ. ആ സമയത്ത് തനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് അറിയില്ല എന്നും ഡിംപിൾ പറയുന്നുണ്ട്. ഞാൻ കരഞ്ഞില്ല, എനിക്കാകെ ഷോക്കായതുപോലെയായി. ഡെലിവറി കഴിഞ്ഞതു മുതൽ 2 മക്കളെയും കൊണ്ട് നടക്കുന്നത് ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. അന്നേരമാണ് ഒരാളെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചു എന്നുള്ള കാര്യം പോലും ഞാൻ അറിയുന്നത്. അവൻ്റെ മുഖം പോലും കാണാൻ പറ്റിയില്ല. ആദ്യത്തെ ബേബി വെന്റിലേറ്ററിലാണെന്നും പറഞ്ഞിരുന്നു. 2 പേർക്കും 10% മാത്രമേ പ്രതീക്ഷ വെക്കേണ്ടതുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കുഞ്ഞിന് കെസ്റ്റർ എന്നായിരുന്നു പേരിട്ടത്. അവന് 4 മണിക്കൂർ മാത്രമേ അതിജീവിക്കാൻ സാധിച്ചുള്ളൂ എന്നും ഡിംപിൾ പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡിംപിൾ എല്ലാം അറിഞ്ഞതെന്നും കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നും വികാരഭരിതയായി ഡിംപിൾ പറയുന്നുണ്ട്. ഒന്ന് കരയാൻ പോലും പറ്റാതെ നിർവികാരമായ അവസ്ഥയിലായിരുന്നു താനെന്നും ഡിംപിൾ പറയുന്നു.